വി എസ് രഞ്ജിത്ത് ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലാണ്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലടക്കം കേരളത്തിൽ വിവിധ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വി എസ് രഞ്ജിത്ത്, ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്? ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണിക്കാവുന്നതാണെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ പ്രത്യേക പ്രാർത്ഥനയുണ്ടോ അവിടെ? അരുൺ, തീർച്ചയായിട്ടും അയോധ്യയിൽ രാമമന്ത്ര മുഖരിതമാണ്. അല്ലെങ്കിൽ അവിടുത്തെ 55 മംഗളവാദ്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെ ആഘോഷ ലഹരി ഉണ്ടെങ്കിൽ അതിൻ്റെ അനുരണനങ്ങൾ ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഇവിടെ രാവിലെ പ്രത്യേക പൂജ ഉണ്ടായിരുന്നു, ശ്രീരാമ പൂജ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇനി 10:30 മണിയോടുകൂടി പ്രധാനമന്ത്രി എത്തുന്നത് മുതൽ ഇവിടെ ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടായിരിക്കും. ഇവിടെ വരുന്ന ആളുകൾക്ക് കാണാൻ അത് 10 മണിക്കാണ് ആരംഭിക്കുക. നിലവിൽ ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേക പൂജ കഴിഞ്ഞു. ആ പൂജയുടെ പ്രസാദം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പൂജയ്ക്ക് ശേഷം ഇനി ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക് ഇവിടെ കാണാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല ശ്രീരാമ ഭജന എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകമായ എന്തെങ്കിലും ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നു? പ്രത്യേക ചടങ്ങുകൾ എന്നുള്ള നിലക്ക് മോനെ ലൈവാണോ പ്രത്യേക ചടങ്ങുകൾ എന്നുള്ള നിലക്ക് അതിഥികൾ ഡെലിഗേറ്റ്സ് വരുന്നുണ്ട്. അതേപോലെ നമ്മളെ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, രാമൻ്റെ ചിത്രം വരയ്ക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതേമാതിരി പൂജ കാര്യക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ വരുന്നവർക്ക് ലൈവായിട്ട് കാണാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ദൂരദർശൻ തന്നെ ലൈവ് ഉള്ളത് കൊണ്ട് തന്നെ അതിനുള്ള ബിഗ് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്ക് ഇത് കാണാനുള്ള സൗകര്യമുണ്ട്. രാവിലെ പൂജ ഉണ്ടായിരുന്നു. ഏതായാലും 12:29 അഭിജിത്ത് മുഹൂർത്തത്തിലായിരിക്കും രാമക്ഷേത്രത്തിൻ്റെ അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നത്. ഈ അഭിജിത്ത് മുഹൂർത്തം 84 സെക്കൻഡ് മാത്രം നീളുന്ന ഒരു ചടങ്ങാണ്. ഈ അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് ഇന്ന് പൗഷമാസത്തിലെ പൗർണമി ദ്വാദശി ദിവസമാണ്. ഈ ദ്വാദശി ദിവസത്തിലെ അഭിജിത്ത് മുഹൂർത്തം വൈഷ്ണവമായ പൂജകൾക്ക് ഏറ്റവും നല്ലതാണ് എന്നാണ് ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ലക്ഷ്മികാന്ത് ദീക്ഷിത് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ അഭിജിത്ത് മുഹൂർത്തത്തിലായിരിക്കും 84 സെക്കൻഡ് നീളുന്ന അഭിജിത്ത് മുഹൂർത്തത്തിലായിരിക്കും പ്രതിഷ്ഠ നടക്കുക. ആ പ്രതിഷ്ഠാ ചടങ്ങിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒന്നും ശംഖിലേക്ക് ഈ സപ്തനദികളെയും ആവാഹിച്ച് അതിലേക്ക് ബാലനായ രാമൻ്റെ പ്രാണനെ ആവാഹിച്ച് അത് ആ വിഗ്രഹത്തിലേക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് പ്രാണപ്രതിഷ്ഠ. മറ്റൊന്ന് ചക്ഷുൺമീനൻ എന്ന് പറയുന്ന ഈ വിഗ്രഹത്തിന്റെ നേത്രങ്ങൾ തുറക്കുന്ന ചടങ്ങാണ്. ഈ 2 ചടങ്ങുകളായിരിക്കും. ആ വിഗ്രഹത്തിന്റെ മൂടിക്കെട്ടിയ കണ്ണുകൾ തുറക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അതിനുശേഷം ആ ശ്രീകോവിലിന്റെ നട തുറക്കുന്നതും പ്രധാനമന്ത്രിയായിരിക്കും. ശരി രഞ്ജിത്ത്, ഏതായാലും അത് തത്സമയം കാണാനാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ, ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ജേസൺ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുണ്ട്. ജേസൺ, പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയ ക്ഷേത്രമാണ്. ഈ തൃപ്രയാറിലും ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലേതുപോലുള്ള സൗകര്യങ്ങളാണോ ഒരുക്കിയിട്ടുള്ളത്? സ്മൃതി, തൃപ്രയാർ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. കാരണം ഇത് സംസ്ഥാന സർക്കാരിനും അത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏവർക്കറിയാവുന്ന പോലെ അത്തരത്തിലുള്ള പ്രത്യേക പ്രാർത്ഥനകളോ പൂജകളോ ഒന്നും ഈ ക്ഷേത്രത്തിൽ നടക്കില്ല. പക്ഷേ ഇന്നേ ദിവസം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഇതിൻ്റെ ഖ്യാതി വർദ്ധിച്ചിരിക്കുന്നു. പ്രധാനമായും ഉത്തരേന്ത്യയിൽ, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ നിരവധി ഭക്തരെ നമുക്ക് വരുന്ന വഴിക്ക് കാണാനാകുന്നുണ്ട്. അതിനർത്ഥം പ്രധാനമന്ത്രിയുടെ ദർശനത്തിനായി എത്തിയത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ശ്രീരാമൻ്റെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. നാലമ്പല ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ഒരു തവണ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്ന നാലമ്പല ദർശനം. അതിനുശേഷമാണ് അദ്ദേഹം ശ്രീരാമക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തിച്ചേർന്ന്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്ന് അദ്ദേഹം ചെയ്യേണ്ട മീനൂട്ട് വഴിപാട് അദ്ദേഹം നടത്തുകയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഇപ്പോൾ വലിയ രീതിയിൽ നേരത്തെ തന്നെ ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് മീനൂട്ട് വഴിപാടിന്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. ഇവിടെ ഈ മീനൂട്ട് വഴിപാട് എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താ? മീനൂട്ട് വഴിപാട് ഭാരതീയ സംസ്കാര പ്രകാരമുള്ള ലോകസമസ്തോ സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് പോലെ ലോകത്തിലെ സമസ്ത ജന്തു ജീവജാലങ്ങൾക്കും സേവ ചെയ്യുക, അതാണ് സനാതന സംസ്കാരം. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷിസേവ പോലെ തന്നെ നമ്മൾ മത്സ്യത്തിനും ഈ ഒരു മീനൂട്ട് നടത്തുന്നത്. ഇതിൽ പ്രധാനമന്ത്രിയോട് ഒന്ന് ചെയ്തതിന് ശേഷം ആളുകൾ കൂടുതൽ അത്തരം പരിപാടികൾ ചെയ്യാനായിട്ട് ഇതാകുന്നുണ്ടോ? തീർച്ചയായും പ്രധാനമന്ത്രി ലോകമാരാധിക്കുന്ന ശ്രീ നരേന്ദ്രഭായ് മോദിജിയുടെ സന്ദർശനത്തോടുകൂടി ഈ തൃപ്രയാർ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും
ലോകപ്രശസ്തമായി. ഇപ്പോൾ തന്നെ ഉത്തരേന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ തൃപ്രയാർ സന്ദർശിക്കാൻ വേണ്ടി ബന്ധപ്പെടുന്നുണ്ട്. ഇന്ന് തന്നെ ഒരു ഉത്തരേന്ത്യൻ വിവാഹം പോലും ഇവിടെ നടക്കുകയുണ്ടായി. അതാണ് സ്മൃതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഉത്തരേന്ത്യയിൽ നിന്നുള്ളപ്പോൾ ഞാൻ നേരത്തെ വരുമ്പോൾ തന്നെ കണ്ടു ഒരു ഉത്തരേന്ത്യൻ വിവാഹം തൃപ്രയാർ ക്ഷേത്രത്തിൽ നടക്കുന്നു. ഇതിനർത്ഥം ഈ കേരളം വിട്ട് ശ്രീരാമക്ഷേത്രത്തിൻ്റെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഖ്യാതി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നു ശരി എന്നത് ശരി തന്നെയാണ്. ജേസൺ, ഏതായാലും പ്രദേശങ്ങളിൽ കൂടുതൽ ഭക്തർ ഇന്ന് അവിടേക്ക് എത്തുന്നു എന്നുള്ള കാര്യമാണ് ജേസൺ സൂചിപ്പിച്ചത്. രാമാനന്ദ സാഗറിന്റെ രാമായണം മുതൽ ഇന്നിപ്പോൾ നമ്മൾ ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠ വരെ എത്തി നിൽക്കുകയാണ്.